ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇലക്ട്രിക് വയറും പ്ലാസ്റ്റിക് കവറും കൊണ്ട് കിടിലൻ ഫ്ലവറുകൾ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. ഞാനിപ്പോൾ വൈറ്റ് നിറത്തിലുള്ള ഇതുപോലത്തെ വയറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഏത് കളറിലുള്ള വയറും എടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളെടുത്ത വയർ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി നോക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാകും. ഫസ്റ്റ് ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നിന്ന് 1 ഇഞ്ച് വലുപ്പം കൂട്ടി ഇതുപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്ത് അതിനുശേഷം ഇനി അടുത്ത പീസ് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് പിന്നും കൂട്ടണം. അങ്ങനെ ഒരു 4-5 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അങ്ങനെ വയറുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവറാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അത് ഇതുപോലെ നിവർത്തിയെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക് കവർ നിവർത്തി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇലക്ട്രിക് വയർ ഒന്ന് വളച്ച് ഇതുപോലെ അതിൻ്റെ എൻഡ് പോർഷൻ വരുമ്പോൾ ഒരു നൂല് ഉപയോഗിച്ച് ലോക്കിട്ട് കെട്ടിക്കൊടുക്കണം. അങ്ങനെ ലോക്കിട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നേ, അതാണ് ഇതിൽ കാണാൻ പറ്റാത്തത്. അതിനുശേഷം ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് കവർ ഒന്ന് ചുരുട്ടി കൊടുക്കണം. പിന്നെ ഒരു നൂല് കൊണ്ട് പിന്നും ലോക്കിട്ട് കൊടുക്കണം. ഇതുപോലെ നന്നായി ലോക്കിട്ട് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്ത എല്ലാ ഇലക്ട്രിക് വയറുകളും ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഈർക്കിലിയാണ് വേണ്ടത്. ഞാൻ ഫസ്റ്റ് തന്നെ ഏറ്റവും ചെറിയ ഇതളെടുത്ത് ഇതുപോലെ ഒന്ന് ഈർക്കിലിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വളച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്രീൻ ടേപ്പ് കൊണ്ട് ഇതുപോലെ നന്നായി ചുറ്റി ഫിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ത്രെഡ് കൊണ്ട് ഇതുപോലെ നന്നായി ചുറ്റിക്കൊടുത്ത് ഒന്ന് ലോക്കിട്ട് ഫിക്സ് ആക്കി കൊടുത്താൽ മതി. ഫസ്റ്റ് ഒരു ഇതൾ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത ഇതൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായി നമുക്ക് ടൈറ്റാക്കി ആ ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കാം. പിന്നെ അടുത്ത ഇതൾ വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ 4 ഇതൾ ഇതിൽ വെച്ച് കൊടുത്തായിരുന്നേ. നാല് ഇതൾ വെച്ചപ്പോൾ ആ സെൻറ്ററിലിരുന്ന കുഞ്ഞ് ഇതളുണ്ടല്ലോ അത് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സെൻറ്ററിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് നടക്കുന്നില്ല. പിന്നെ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒരു ബോൾ ഷേപ്പിന് എടുത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാലൻസായിട്ട് ലെന്ത് കൂടി നിന്ന് ഈർക്കിലി കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൂവിൻ്റെ മുട്ടും കൂടി ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഈർക്കിലി എടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു പീസ് കിളിയുടെ തുമ്പിൽ ഇതുപോലെ നന്നായി ചുറ്റി കൊടുക്കാം. അതിനുശേഷം എൻഡ് വരുമ്പോൾ ഇതുപോലെ ഒരു ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്തതിൽ ഏറ്റവും ചെറിയ ഇതളെടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുക.
ഇനി അടുത്ത ചെറിയൊരു ഇതളെടുത്ത് അടുത്ത സൈഡിലായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ചുറ്റിയെടുക്കാം. അങ്ങനെ പൂവിൻ്റെ മൊട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രീൻ ടേപ്പ് കൊണ്ട് ഈ ഇറുക്കിൽ ഫുള്ളും കവർ ചെയ്തുകൊണ്ട് ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ഫ്ലവറും കൂടി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 2 ഫ്ലവറും ഒരു മുട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിലേ കാണാൻ. ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. നമ്മുടെ വീട്ടിലുള്ള ആക്രി ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇലക്ട്രിക് വയറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.